Good afternoon. Good Good afternoon, afternoon, Miss. Miss. Good afternoon. Good afternoon, Miss. Afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? കേൾക്കുന്നില്ലേ? കഴിച്ചല്ലോ. ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല മിസ്. ഞാനും കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല മിസ്. യെസ്. എല്ലാരും കുറവാണല്ലോ ഒന്ന്. പേരുള്ള 11 പേര്. ഇതില്ലേ എനിക്കെന്താ കേരളത്തെ പറഞ്ഞല്ലോ. ഗീതയ്ക്ക് എന്ത് പറ്റി? ഗീത ക്ലാസ്സിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നോ? ഹസ്ബൻഡ് എന്തോ വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡേയ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഇതാരാണ്? ലക്ഷ്മി വികാസ്. ലക്ഷ്മി ക്ലാസ്സിൽ യെസ് ഉണ്ടാവുന്നുണ്ടോ? മിസ് ലക്ഷ്മി. ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ പൊതുവെ അങ്ങനെ സംസാരിക്കാറില്ല, സൈലന്റ് ആണ്. സംസാരിക്കണം. രണ്ടത് പേരും കൂടി വരുമെന്ന് നോക്കട്ടെ കേട്ടോ. ആരെങ്കിലും ഒരാളോട് പാട്ട് പാടാവോ? പഴയ പാട്ട് പാടാൻ അറിയാവോ ആരെങ്കിലും? എന്നാ മിസ്സേ കേട്ടില്ല. പാട്ട് പാടാമോ ആരെങ്കിലും? ഏതെങ്കിലും ഒരു പഴയ പാട്ട്. ഇല്ല. പനിയാ മിസ്. സൗണ്ട് ശരിയല്ല, എന്നാലും പാടാം. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളീ ദേവദാസിയെ, മറക്കൂ മറക്കൂ. കഴിഞ്ഞോ? സൗണ്ട് ശരിയല്ല ഇപ്പൊ. പിന്നെ ഒരു ദിവസം പാടാം. ഇവിടെ കണ്ണു തുറക്കാത്ത ദൈവത്തിനുണ്ടോ? കണ്ണു തുറക്കാം.
ദൈവങ്ങള് ആ കുറച്ച് പേരുണ്ടല്ലേ ഞങ്ങൾ ഓർക്കാതെ വിളിച്ചാൽ അതെ. ദൈവവിശ്വാസിയല്ലേ ശ്യാമള? ആ ദൈവവിശ്വാസിയാ. ഇഷ്ടം പോലെ ഈശ്വരനാരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടതാ കൃഷ്ണൻ. എല്ലാവരും കൃഷ്ണഭക്തരാണ്. അതെ. മിസ്സിനേതാ? ഞാനും അതെ കൃഷ്ണനാണ്. അതിനാകുമ്പോ അവിടെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ, അതാണ് എല്ലാവർക്കും ഇഷ്ടം. എന്താണ് രാധിക പിന്നെ കൃഷ്ണൻ എന്തായാലും ഇഷ്ടപ്പെടും അല്ലേ? കണ്ണഞ്ച് രാധിക. നല്ല പേരാണ് രാധിക. ഞാനും കൃഷ്ണഭക്തയാണ്. അവിടെ പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, കുറച്ചൊക്കെ നമ്മളൊന്ന് തിരിപ്പിക്കുന്നുള്ളൂ, പിന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. പരീക്ഷണം കൂടുതലായിരിക്കും അല്ലെ? ഒരു കളിപ്പിക്കലുണ്ടാവും, അത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നല്ലൊരു റിസൾട്ട് തരും. അയനാ മോളോ? അയനാ അതിന് നമ്മള് മയിൽപ്പീലി സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത്, അപ്പൊ കൃഷ്ണൻ തന്നെ ആയിരിക്കും. അതെ അതെ. എന്നെ കേട്ടില്ല, എന്നോട് പറയൂ. അതിലേക്ക് ആരെയും ഇഷ്ടം? കൃഷ്ണനെയാണോ, ശിവനെയാണോ, നന്ദിനെയാണോ, അയ്യപ്പൻ. അയ്യപ്പനെയാണോ? ഓക്കെ. റഫീനയ്ക്കോ? കൃഷ്ണൻ ഇഷ്ടമാണോ റഫീന? ഞാൻ കൃഷ്ണന്റെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ ടിവിക്കകത്ത് കാർട്ടൂണൊക്കെ കാണും, കൃഷ്ണന്റെ കണ്ടിട്ടുണ്ട്. ഇത്രയും പേരേനെ ഉള്ളൂ ഓൺലൈൻ ക്ലാസ്സില്. ഓക്കെ. പ്രയർ പഠിച്ചിട്ടുണ്ടോ? പ്രയർ ആരാണ്? ഉണ്ടല്ലോ. ഉഷാനില്ല, എവിടെയായിരുന്നു? ഉഷയ്ക്ക് ആരാ ഇഷ്ടം? ശിവനെയാണോ കൃഷ്ണനാണോ? എനിക്ക് ശിവഭഗവാനെ ഇഷ്ടം. ശിവനെയാണ്. മഹാദേവനെയാണ് ഇഷ്ടം. എല്ലാരെയും ഇഷ്ടമാ, പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്നത് ശിവഭഗവാന. പ്രസാദിയാണോ? ഉം പ്രസാദിയാണോ ശിവൻ? ആണോ? ആണാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ശിവക്ഷേത്രത്തിൽ പോവാറുണ്ടോ? അടുത്ത ഏതാ ഉള്ളത്? ഉണ്ട്. ശിവപാർവതി ക്ഷേത്രമാണ് അടുത്തുള്ളത്. മഹാദേവർ ക്ഷേത്രത്തിൽ പോകും, പന്തളം മഹാദേവർ. പിന്നെ എന്റെ വീട് കുട്ടനാടാണ്. കുട്ടനാട്ടിലും ഞങ്ങളുടെ ശിവമൂർത്തിയായിരുന്നു. ഇപ്പൊ കെട്ടിച്ചിരിക്കുന്ന പന്തളത്താണ്. ഇവിടെയും അവിടാണ് പോകുന്നത്. പന്തളം കൊട്ടാരം അടുത്താണോ? അതെ. അവിടുന്ന് ഒരു 10 മിനിറ്റ്. പോയിട്ടുണ്ടോ? പിന്നെ എപ്പോഴും അവിടെ തന്നെയല്ലേ. വാ, എല്ലാരും കൂടെ വാ, നമുക്ക് അവിടെയൊക്കെ പോകാം. ആ സീസണിൽ ഭയങ്കര ഇഷ്ടം, നല്ലതാ. വരാലോ. അയ്യപ്പൻ ജനിച്ചു വളർന്ന നാട്ടിലാണ്. കൊട്ടാരമൊക്കെ ഉണ്ട്. അതിന്റെ സാധനങ്ങളും എല്ലാം നമ്മളെ കയറ്റി കാണിക്കും. നമ്മള് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അയ്യപ്പന്റെ കച്ച ഉപയോഗിച്ചിരുന്ന വാള് അതൊക്കെ കാണിക്കുന്നത്. എല്ലാം ഉണ്ട്. ഞങ്ങളെപ്പോഴും വരുന്നത് പന്തള ഡിസ്ട്രിക്ട് വരുന്ന എവിടെയാ? പത്തനംതിട്ട ഡിസ്ട്രിക്ട്. ഞാനും അടുത്ത ഉഷ ചേച്ചി, ഞാൻ ചെങ്ങന്നൂരാ. എനിക്ക് വയ്യ. അവിടുന്ന് 15 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഇവിടെ മാന്തികയില്ല, ഞാൻ പന്തളമല്ല മാന്തികയാണ്. എല്ലാരും പൊതുവെ പന്തളം എന്ന് അങ്ങ് പറയുന്നത്. പന്തളം നമ്മളെ അയ്യപ്പന്റെ നാട്. അന്നേരം ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഞാനുണ്ടല്ലോ ടീച്ചറോട് പറയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞാൻ അശ്വതി പറഞ്ഞായിരുന്നു. അശ്വതി സർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഒന്നും പറഞ്ഞു, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. ആണോ? പോകാണോ? ടീച്ചർ പിന്നെ ഞാൻ പിന്നെ ടീച്ചർ എപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ, അതാണ് ഞാൻ പറയാന്ന് വിചാരിച്ചിട്ട് കയറിയത്. ബിസിയാണ്, പിന്നെ എയർപോർട്ടിലേക്ക് പോണം. അപ്പൊ റെഡിയാവുന്നു. പുറത്തേക്ക് പോകണോ? അല്ല ടീച്ചർ, നമ്മൾ പുറത്ത് പോയിട്ട് ഇപ്പോ ഓഗസ്റ്റിലാണ് തിരിച്ചു വന്നത്. പിന്നെ ഇപ്പൊ ഹസ്ബൻഡ് ഇന്ന് വരുന്നത് അവിടുന്ന്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? കുറച്ച് സമയമല്ലേ, 1 മണിക്കൂറല്ലേ?
അത് ടീച്ചർ എനിക്ക് ലഞ്ചൊക്കെ കഴിക്കാനുണ്ട്, മക്കൾക്ക് കൊടുക്കണം. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ടീച്ചറോട് പറയാന്ന് വെച്ചിട്ട് കയറിയതാണ്. ചോദിച്ചതല്ല, അതിന് ക്ലാസ് കയറിയാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ ടീച്ചർ. അല്ല ഞാനിപ്പം കയറിയത് ടീച്ചർ. ഒരു മണിക്കൂറിലുള്ള കാര്യങ്ങള് അത് മാത്രം ഒന്ന് ഗ്യാപ്പ് എടുത്ത് കേറാൻ നോക്ക് കേട്ടോ. അതുണ്ടല്ലോ ടീച്ചർ, എന്റെ കുക്കിംഗ് ഒക്കെ പകുതിക്കാ ഉള്ളത്. അപ്പൊ അതെനിക്ക് ഹാഫ് ആൻ അവറിൽ ഫിനിഷ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്, മക്കൾക്ക് കൊടുക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ. അപ്പൊ ഞാൻ ടീച്ചറോട് പറയാൻ ഇഷ്ടം, കാരണം കഴിഞ്ഞ ആഴ്ച ടീച്ചർ ചോദിച്ചിരുന്നു. എങ്ങനെ ടീച്ചർ? ഓക്കെ. എന്തായാലും എന്റെ മിസ്സിങ്, എന്റെ ആബ്സെൻസ് ഒക്കെ ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പക്ഷെ പറ്റുന്ന സമയമൊക്കെ കയറാൻ പറ്റുന്നതാണെങ്കിൽ കയറട്ടോ. ഓക്കെ ടീച്ചർ, അത് ഞാൻ കയറും. ഞാനുണ്ടല്ലോ പിന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ റെക്കോർഡ് ക്ലാസ് കേൾക്കും. ചിലപ്പോൾ അഥവാ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ ടീച്ചറോട്, ജിഷ ടീച്ചറോടൊക്കെ പറയുന്നത് വെച്ചിട്ട് ഇന്നലെ പിന്നെ ഞാൻ പുറത്തായിരുന്നു, ആ ക്ലാസ്സിന്റെ സമയത്ത് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ജിഷ ടീച്ചറോട് പറഞ്ഞിട്ടില്ല. കാരണം ടീച്ചറും എപ്പോഴും കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കും, അതാണ്. ശരി. ഓക്കെ ടീച്ചർ, എനിവേ ഞാൻ ലീവ് ചെയ്യാം. ഓക്കെ. ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ എല്ലാവരോടും ഓക്കെ, ബൈ. നമ്മളെവിടെ വരെ എടുക്കണമെന്ന് പറയാമോ? പ്രയർ പറഞ്ഞില്ല. ഇവിടെ വരെ എടുക്കണമെന്ന് അറിയാമോ? മിസ് പ്രേയർ നടന്നില്ലല്ലോ. കേൾക്കുന്നില്ലേ? റഫീന, നമ്മളെവിടെ വരെ ചാപ്റ്റർ എടുത്തെന്ന് പറഞ്ഞേ. റഫീന പറയുന്നുണ്ടോ? നിങ്ങളൊന്നും കേൾക്കുന്നില്ല കേട്ടോ. പറഞ്ഞോളൂ, കേൾക്കുന്നില്ല. ഓക്കെ. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷൻ ആണ് നെക്സ്റ്റ് എടുക്കാനുള്ളതെന്ന് തോന്നണം. ഇന്ന് തുടങ്ങി എടുക്കണം അല്ലെ? പറയുന്നുണ്ടായിരുന്നു, മിസ് കേൾക്കുന്നില്ലായിരുന്നു. അത് ഇവിടെ വോളിയം പോയി കിടക്കായിരുന്നു, ശ്രദ്ധിച്ചില്ല, കൈ കൊണ്ട് പോയതാണ്. Factors that affect socialization. പ്രയർ പറഞ്ഞില്ല. പ്രയർ നടന്നുപോയ ശേഷം കിട്ടും. ഓക്കെ, പ്രയർ ആരാണ്? ഏതെങ്കിലും മലയാളം പ്രയർ പാടട്ടെ, ഇംഗ്ലീഷ് വേണ്ട. ഇംഗ്ലീഷ് വേണ്ടാതോ? ഇംഗ്ലീഷ് പ്രയർ അല്ല, അതായത് നല്ലൊരു മലയാളം പ്രയർ പാടും. അത് എന്നെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുക. അത് കേട്ടു മതിയായിരിക്കും. എന്നാ ശരി. മലയാളം പ്രയർ നിങ്ങൾ പഠിച്ച കാലഘട്ടത്തിൽ ഓർമ്മയുള്ള ഏതെങ്കിലും പഠിക്കുക. ഓക്കെ, ശ്രമിച്ചു നോക്കാം. വലിയ ഇതൊന്നും അല്ല. അഖിലണ്ട മണ്ഡല മണി ചോരിക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. ദുരിതങ്ങൾക്ക് സുരഗോള ലക്ഷങ്ങളണിയിട്ടു നിർത്തി അവികേള സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി കുടികൊള്ളം സത്യമേ ശരണം നീ നിത്യം. ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ് വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദി നായക തവ തിരുമുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ. സമരാതി തൃഷ്ണകളാകവേ നീങ്ങി സമതയും ശാന്തിയും സ്നേഹവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി
ജനലോകമെ പേരു ആനന്ദം തേടി വിജയിക്ക നിന്റേരോ നാമങ്ങൾ പാടി വിജയിക്ക നിന്റേരോ നാമങ്ങൾ പാടി. താങ്ക് യു. Okay, very good. Thought of the day. Thought ആരാ പറയുന്നത്? Thought of the day ആരാണ്? ആരുമില്ല? ഇതുവരായിട്ടില്ല? ഞാൻ പറയാം ഞാൻ തന്നെ പറയണോ മിസ്സേ? ഞാൻ പറയാം ചേച്ചി. ഓക്കെ ആ, അമൃത. അമൃത പറയൂ. Hi, good afternoon all. ആ, If you want to shine like a sun, first burn like a sun. Dr. APJ Abdul Kalam. okay, very good. Sign in ചെയ്യാറുണ്ടോ നിങ്ങള്? ഇല്ല. തോട്ടും പ്രയറും മാത്രമല്ലേ പറയാറുള്ളൂ? വല്ലപ്പോഴും ഒക്കെ ചെയ്യും മിസ്സേ, ഓൾവേസ് ഇല്ല. കൂട്ടത്തിൽ ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ബാച്ചാണ് നിങ്ങള്. Okay, factors that affect socialization. Socialization affect ചെയ്യുന്ന factors എന്തൊക്കെയാണ്? The family and peer group. എന്ന കുടുംബവും പിന്നീട് എന്താണ് സമപ്രായക്കാർ, അതായത് പിയർ ഗ്രൂപ്പ്സ്. അപ്പൊ ഫാമിലി എങ്ങനെയാണ് സോഷ്യലൈസേഷൻ അഫക്ട് ചെയ്യുന്നത്? The family is the most vital primary agency for socialization of the child. ഫാമിലി ആണ് ഒരു പ്രൈമറി ഏജൻസി എന്ന് പറയുന്നത്. ഒരു കുട്ടി ആദ്യം സോഷ്യൽ ആവുന്നത് എങ്ങനെയാണ്? അവന്റെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നുമാണ് അവൻ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് ആദ്യം കാണുന്നത്, അല്ലെ? അവരെ ഒബ്സർവ് ചെയ്യുന്നു, അവരിൽ നിന്നുള്ള പെരുമാറ്റങ്ങള്, അവരുടെ ബിഹേവിയേഴ്സ് ഒക്കെ നോക്കിക്കണ്ടാണ് പിന്നീടാണ് അവൻ വളരുന്നതിനനുസരിച്ചാണ് പിന്നീട് ഒരു പുറത്തൊരു സമൂഹമായിട്ട് പുറത്തേക്കാവുന്നത്. അതുവരെ അവരുടെ ഒരു സോഷ്യൽ ബീയിങ് എന്ന് പറയുന്നത് എവിടെയാണ്? അവന്റെ ഫാമിലി തന്നെയാണ്, അല്ലെ? അവരുടെ പ്രൈമറി ഏജൻസി എന്ന് പറയുന്നത് അവന്റെ ഫാമിലിയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങള് കുട്ടീനെ അഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം? ഫസ്റ്റ് വരുന്നത് എന്താണ്? ദ സൈസ് ഓഫ് ദ ഫാമിലി. എന്താണ് ദ സൈസ് ഓഫ് ദ ഫാമിലി? ഫാമിലിയുടെ വലുപ്പം, അല്ലെ? അപ്പൊ അണുകുടുംബമാവാം, അല്ലെങ്കിൽ കൂട്ടുകുടുംബമാവാം. ഓക്കെ, അപ്പൊ അത് എന്താണ്? കൂട്ടുകുടുംബത്തിലാണ് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? ഒരുപാട് അംഗസംഖ്യ കൂടിയതായിരിക്കും. അപ്പൊ ഒരുപാട് പേരുമായി ഇടപഴകാനും അവരോട് സംസാരിക്കുവാനും അവരെ ഒബ്സർവ് ചെയ്ത് അവരുടെ ബിഹേവിയർ ഒക്കെ നോക്കിക്കാണാനും അവരെ ഇമിറ്റേറ്റ് ചെയ്യാനും ഒക്കെ അവരിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ കണ്ടുപഠിക്കാനും കുട്ടികൾക്ക് സാധ്യമാകും. ഓക്കെ, then fondness among the members of family. എന്താണ് fondness എന്ന് പറയുന്നത്? Fondness among the members of the family എന്ന് പറയുമ്പോൾ ഫോണ്ട്നെസ് ഇഷ്ടം, അല്ലെ? പരസ്പരം ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു പരസ്പര ലവ് അല്ലെങ്കിൽ സ്നേഹമാണ്. ഫോണ്ട്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അത് അവനെ എന്താണ് സ്വാധീനിക്കുന്നുണ്ട്. Then attitude of the parents and family members towards the child. പാരന്റ്സിന്റെയും ഫാമിലി മെമ്പേഴ്സിന്റെയും ആറ്റിറ്റ്യൂഡ്, എങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം കുട്ടികളോട് ഉണ്ടാവേണ്ടത്? ഫാമിലിക്ക് എങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം? ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പാരന്റ്സ് എങ്ങനെയായിരിക്കണം? ഒരു കുട്ടിയോട് വളരെയധികം സപ്പോർട്ടീവ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, ലവ് ആൻഡ് കെയർ കൊടുക്കുന്നതായിരിക്കണം, അല്ലെ? എല്ലാം കൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടൊരു പാരന്റ്സ് ആയിരിക്കണം, കുട്ടീനെ മനസ്സിലാക്കുന്ന പാരന്റ്സ് ആയിരിക്കണം. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. എന്താണ് ലക്ഷ്മി? ആക്ച്വലി റോൾ ഓഫ് ടീച്ചർ വരെ നമ്മൾ എടുത്തതായിരുന്നു, പോർഷൻസേ റോൾ ഓഫ് ടീച്ചർ ഒക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇത്രയും കഴിഞ്ഞോ? കംപ്ലീറ്റ് ഇല്ലല്ലോ, എടുത്തിട്ടില്ലടോ. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ റോൾ ഓഫ് ടീച്ചർ, ഇയർ ഗ്രൂപ്പ് ഒക്കെ ഇത് കംപ്ലീറ്റ് ചെയ്തോ? റോൾ ഓഫ് ടീച്ചർ വരെ എടുത്തിട്ടില്ലായിരുന്നു. ഇതൊക്കെ പറഞ്ഞായിരുന്നു പിയർ ഗ്രൂപ്പ് ഒക്കെ ആണോ? ഞാൻ എഴുതി വെച്ചതില് ഫാക്ടേഴ്സ് വരെ എഴുതിയിട്ടുള്ളൂ ആണോ? അപ്പൊ റോൾ ഓഫ് ടീച്ചർ കംപ്ലീറ്റ് പറഞ്ഞോ? ഡിസ്കസ് ചെയ്ത് പറഞ്ഞോ?
റീഡ് ചെയ്തുകൊണ്ട് വരാൻ ഒരു ദിവസം പറഞ്ഞായിരുന്നു. ക്ലാസ്സിൽ എടുത്തൂല്ല. റീഡ് ചെയ്യാനായിരിക്കും അപ്പൊ പിയർ ഗ്രൂപ്പ് ഒക്കെ പറഞ്ഞല്ലേ? പിയർ ഗ്രൂപ്പ് പറഞ്ഞായിരുന്നോ? പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്നായിരുന്നു? മാം റീഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു തോന്നുന്നു. എഴുതിട്ടുണ്ടാവില്ല. ഫാമിലിയും പിയർ ഗ്രൂപ്പും പറഞ്ഞിരുന്നോ? പറഞ്ഞായിരുന്നു മിസ്. ഫാമിലി പിയർ ഗ്രൂപ്പ് ഉണ്ട്. റോൾ ഓഫ് ടീച്ചർ പറഞ്ഞാൽ പോലെ ഇനി. ഓക്കെ, ഓക്കെ. അപ്പൊ സോഷ്യലൈസേഷൻ അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? ഫാമിലിയും അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പും. അത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് കേട്ടോ. പേരുകൾ നോട്ട് ചെയ്യാം. ഫാക്ടേഴ്സ് അഫക്ട് സോഷ്യലൈസേഷൻ ഏതൊക്കെയാ വരുന്നത്? ക്വസ്റ്റ്യൻ വരുമ്പോ അങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കാം. ഓപ്ഷൻസിൽ ചിലപ്പോൾ ഫാമിലി മാത്രമാണെങ്കിൽ വേറെ ഓപ്ഷൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഫാമിലി ചിലപ്പോൾ ഇതൊക്കെ തരും. ഇതൊക്കെ തന്നിട്ട് ഏത് ഫാക്ടറിലാണ് ഇത് ഉൾപ്പെടുന്നതെന്ന് ചോദിക്കാം. അപ്പൊ ഏതിലായിരിക്കും? ഇപ്പൊ ഇങ്ങനെ തരും, പാരന്റ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഫോറിനേഴ്സ് എമംഗ് മെമ്പേഴ്സ്, സൈസ് ഓഫ് ദി ഫാമിലി എന്നൊക്കെ തരും. അത് ഏത് ഫാക്ടറിലായിരിക്കും വരുന്നതെന്ന് ചോദിക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, പിയർ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നത്? പറഞ്ഞല്ലേ അതൊക്കെ? പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് റോൾ ഓഫ് ദി ടീച്ചർ നോക്കാം. അപ്പൊ ഒരു കുട്ടിയുടെ സോഷ്യലിയും അതുപോലെ ഇമോഷണലി ഡെവലപ്മെന്റിനെ അധ്യാപകർക്ക് എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും? എന്താണ് അധ്യാപകർ ചെയ്യുന്നത്? ഒരു റോൾ എന്തായിരിക്കാം? The teacher should arrange informal social functions in which students may come closer to each other and have an opportunity to understand interests and aspirations of each other. എന്താണ് ഇൻഫോർമൽ സോഷ്യൽ ഫങ്ഷൻസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇൻഫോർമൽ സോഷ്യൽ ഫങ്ഷൻസ്? എന്തൊക്കെയാണ്? അനൗപചാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? ടീച്ചർ എന്തിനൊക്കെയായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻഫോർമൽ സോഷ്യൽ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിൽ ടീം വർക്കുകൾ, ടീം എബിലിറ്റി ആക്ടിവിറ്റീസ്, ദെൻ പ്രോബ്ലം സോൾവിങ്, അങ്ങനെ ഡിബേറ്റ്സ്, ഡിസ്കഷൻസ്, അങ്ങനെ കുട്ടികൾക്ക് ഒരു അവസരങ്ങൾ കൊടുക്കുന്നത് ആരാണ്? അധ്യാപകരാണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ട്? ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് ഈച്ച് അതർ. ഓരോ കുട്ടികളിലെയും അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങളും അവരുടെ ആസ്പിറേഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു റോള് കൈകാര്യം ചെയ്യുന്നതാണ് എന്റെ അധ്യാപകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ ഫങ്ഷൻസ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കും. അതായത് എങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ വർക്കുകള്? ടീമായിട്ട് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുക അല്ലെ? ടീമായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഡിബേറ്റ് കൊടുക്കാം, ഡിസ്കഷൻസ് കൊടുക്കാം, പിന്നെ എന്തൊക്കെയാണ്? റോൾ പ്ലേ കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടായിരിക്കും അധ്യാപകര് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിലൂടെ എന്താണ് അവർക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടി എന്താണ് ഒരു സോഷ്യബിൾ ആവുകയാണ് അല്ലെ? കുട്ടികളൂടി സോഷ്യലൈസേഷൻ അവർക്ക് കൂടുതലായിട്ട് അവിടെ സംഭവിക്കുന്നത്. ഒരു മിച്ച് വർക്ക് ചെയ്യണം അല്ലെ? ഒറ്റയ്ക്കല്ല ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്, ടീമായിട്ടാണ് ഒരു വർക്ക് ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പൊ അവരിൽ എന്ത് രൂപപ്പെടുന്നു? മറ്റുള്ളവരുമായിട്ട് ബിഹേവ് ചെയ്യാനും സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കിട്ടുകയാണ്. ഇനി arrange excursions and trips to provide more opportunity for informal conversions and close contact. ഈ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് പറയാനോ? എന്താണെന്ന് വായിച്ചു നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. അറേഞ്ച് എക്സ്കർഷൻസ്. എക്സ്കർഷൻ എന്താണ്? എക്സ്കർഷൻ ആൻഡ് ട്രിപ്സ്, ടൂർ പോകുന്നതായിരിക്കും. യെസ്. അപ്പൊ എന്തിനാണ് എക്സ്കർഷൻസ് ട്രിപ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? To provide more opportunity. More opportunity for informal conversions and close contact. അതായത് മറ്റുള്ളവരുമായിട്ട് കുറച്ചുകൂടി, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കാം ചിലപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേസ്, ഏതെങ്കിലും ഇമ്പോർട്ടന്റ് പ്ലേസ് ആയിരിക്കും.
അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു ക്ലോസ് കോണ്ടാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അടുത്ത സമ്പർക്കം വരാനായിട്ട് അല്ലെ. അങ്ങനെ ട്രിപ്സും കാര്യങ്ങളൊക്കെ അവസരം കിട്ടുമ്പോഴാണ് കുട്ടികൾ എന്താണ് പുറത്തേക്ക് ഇറങ്ങുന്നതും പുറത്തുള്ള ചുറ്റുപാടുകളുമായിട്ട് ഇടപെടുന്നതും അതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത സമ്പർക്കം പുലർത്തിക്കൊണ്ടുള്ള അത്തരം ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ്? അധ്യാപകർക്കാണ് അല്ലെ. ഓക്കെ, ഇതുപോലെ ട്രിപ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതിനും കുട്ടികളെ കൊണ്ടുപോകുന്നതിനും അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അധ്യാപകരെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓർഗനൈസ് youth games and other activities to train children to take part in social activities. പറയുന്നത് ഓർഗനൈസ് ഗ്രൂപ്പ് ഗെയിംസ്. എന്താണ്? ഗ്രൂപ്പ് ആയിട്ടുള്ള ഗെയിംസുകൾ ഓർഗനൈസ് ചെയ്യുക. ഗ്രൂപ്പ് ഗെയിംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കളികൾ നിങ്ങൾക്ക് അറിയാം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയത്? ഗ്രൂപ്പ് ഗെയിംസ് ഇൻ ആൻഡ് ഔട്ട്, റണ്ണിംഗ് റേസ്, ഫ്രോഗ് ജമ്പിങ്, പിന്നെ ഗ്രൂപ്പ് സോങ്സ്, ഗ്രൂപ്പ് ഡാൻസ്, ഓക്കെ. അങ്ങനെ പല പല ഗെയിംസുകൾ അതിൽ ഉൾപ്പെടുത്താൻ ഓർഗനൈസ് ചെയ്യാം. And other activities to train children to take part in social activities. ഇതല്ലാതെ ഗെയിംസുകളല്ലാതെ മറ്റ് ആക്ടിവിറ്റീസ്, അതായത് സോഷ്യൽ ആക്ടിവിറ്റീസ് കൊടുക്കുക അല്ലെ. സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്നില്ലേ? അധ്യാപകർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണത്? കുട്ടികൾക്ക് സോഷ്യലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസുകൾ. ഇപ്പൊ സ്കൂളും പരിസരവും ക്ലീൻ ചെയ്യാനൊരു അല്ലെ, അതൊരു സോഷ്യൽ ആക്ടിവിറ്റിയാണ്. ദെൻ എന്തെങ്കിലും തരത്തില് ഉച്ചഭക്ഷണ പദ്ധതികൾ അല്ലെ, ഉച്ചഭക്ഷണ പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് കുട്ടികളെ കൊണ്ട് ഓരോ വീട്ടിൽ നിന്ന് ഒരു ചോറ് പൊടി കൊണ്ടുപോകാനായിട്ട് അതൊരു ചിലപ്പോ അങ്ങനെ കൊടുക്കാൻ സാധിക്കും. പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? ഏതെങ്കിലും ക്ലാസ് റൂമുകളോ ലൈബ്രറിയോ അങ്ങനെ എന്തെങ്കിലും ക്ലീൻ ചെയ്യുക, പുസ്തകങ്ങൾ കൃത്യമായി അടുക്കി വെക്കുക. ദെൻ ടീച്ചേഴ്സിന്റെ സ്റ്റാഫ് റൂം ഒക്കെ എന്താണ് ബുക്സ് സൗകര്യങ്ങളൊക്കെ എന്താണ് കുറച്ച് ഭംഗിയായിട്ട് വെക്കാം. പിന്നെ എന്തൊക്കെ ചെയ്യാം? പൂന്തോട്ടം വൃത്തിയാക്കാം അല്ലെ. സ്കൂളില് പൂന്തോട്ടം ഗാർഡൻ ക്ലീൻ ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ്? എന്തൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരാം? പറയൂ. സമൂഹത്തിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ സ്കൂൾ പരിസരം മുന്നിൽ പോട്ടെ, അല്ലാതെ പുറത്ത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി അവർക്ക് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ പിള്ളേർ തന്നെ എടുത്തൊക്കെ കൊടുക്കാനും സോഷ്യൽ വർക്കും എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ട്രാഫിക് റൂൾസ് ഒക്കെ ഇടയ്ക്ക് എന്താണ് ട്രാഫിക് റൂൾസ്? കുറിക്കുന്നു. ഓക്കെ, യെസ്. പിന്നെ എന്തൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസ് വേറെ എന്താ പറയൂ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, ബുദ്ധിമുട്ടുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുക. സമ്മർ സീസണിന്റെ കാലഘട്ടം ആ സമയമാണെങ്കിൽ എന്തൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താൻ പറ്റും? റൈഡ് ഒബ്സർവേഷൻ. പിന്നെ ആലോചിക്കേ കാര്യം പോകട്ടെ. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലൊക്കെ പിള്ളേർ ഗ്രൂപ്പായിട്ട് പോകും. ഓക്കെ, അത്ര അറിയുള്ളൂ. ഓക്കെ, ശരി. അപ്പം അത്തരത്തിലെ ഗ്രൂപ്പ് ഗെയിംസുകളും മറ്റത് സോഷ്യൽ ആക്ടിവിറ്റീസും ഒക്കെ കുട്ടികൾക്ക് എന്താണ് അതിന് കൂടുതൽ പരിശീലനം നൽകി കൊടുക്കണം അല്ലെ. മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാനും അത് ചെയ്യിപ്പിക്കാനുള്ള പരിശീലനം നൽകിയിട്ടായിരിക്കണം കുട്ടികൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. അധ്യാപകർ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്താണ്? Teachers must make sure that a safe and healthy social environment
in which the children may imbibe desirable values of freedom, quality, integrity, honesty, etc. എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? അധ്യാപകർ ഏത് രീതിയിലുള്ള ഉണ്ടാക്കിയത്? അതായത് കുട്ടികൾക്ക് എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം, വാല്യൂസ് എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, ക്വാളിറ്റി അതായത് ഗുണനിലവാരം, ഇന്റഗ്രിറ്റി എന്താണ്? ഇന്റഗ്രിറ്റി സമഗ്രത, ഹോണസ്റ്റി എന്താണ്? സത്യസന്ധത അല്ലെ? കുട്ടികൾക്ക് സ്വാതന്ത്ര്യം, ഗുണനിലവാരം, സത്യസന്ധത, സമഗ്രത തുടങ്ങിയ അഭികാമ്യമായിട്ടുള്ള മൂല്യങ്ങൾ. അതെന്താണ്? ഈക്വൽ ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭികാമ്യമായിട്ടുള്ള മൂല്യങ്ങളാണ് അല്ലെ? ഇതൊരിക്കലും എന്താണ്? ഏറ്റവും പ്യൂർ ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ആണ്. അപ്പൊ അത്തരം മൂല്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്ന സുരക്ഷിതത്വ ബോധവും അതേപോലെ തന്നെ ആരോഗ്യകരവുമായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമായിരിക്കണം കുട്ടികൾക്ക് അധ്യാപകർ കൊടുക്കേണ്ടത്. അതായത് ഈ വാല്യൂസ് ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഈ വാല്യൂസ് ഒക്കെ എന്താണ് അതിനെ ഇന്റർപ്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക, ഇതിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ അന്തരീക്ഷമായിരിക്കണം അധ്യാപിക കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതായത് ഒരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഷ്യലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു ബെറ്റർ സൊസൈറ്റിയിലൂടെ നല്ല നല്ല പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് സോഷ്യൽ ആയിട്ടുള്ള വാല്യൂസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അധ്യാപകർ കുട്ടികളെ സഹായിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ബെറ്റർ സോഷ്യൽ സൊസൈറ്റി ഉണ്ടാക്കി, ഒരു നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യലൈസേഷൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്താണ്? കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ലൈക്സ്. ഇനി കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൂടെ നമുക്ക് സോഷ്യലൈസേഷൻ വർദ്ധിപ്പിക്കാം. എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്? ക്യാമ്പുകള് അല്ലെ, ലൈഫ് ക്യാമ്പ്സ്, കോമൺ മീൽസ്, സോഷ്യൽ സർവീസസ് എക്സെട്ര ഷുഡ് ബി റെഗുലർലി അറേഞ്ച്ഡ്. എന്തൊക്കെയാണ്? കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താൻ സാധിക്കും അല്ലെ? അതായത് ക്യാമ്പുകൾ അല്ലെ, എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകൾ ഉൾപ്പെടുത്താം. എന്തൊക്കെ വിഷയങ്ങൾ ക്യാമ്പ്സിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? സമ്മർ ക്യാമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മള്? സമ്മർ ക്യാമ്പുകള്. അതുപോലെ തന്നെ കോമൺ മീൽസ്. കോമൺ മീൽസ് എന്താണ്? കോമൺ മീൽസ് എല്ലാരും കൂടി ഒന്നിച്ച് കുക്ക് ചെയ്ത് ഒന്നിച്ചിരുന്ന് കഴിക്കുക, മറ്റുള്ളവർക്ക് അത് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കുക അല്ലെ? ഒരു ഉച്ചഭക്ഷണ പദ്ധതി. ദെൻ സോഷ്യൽ സർവീസസ്, മറ്റത് സാമൂഹ്യപരമായിട്ടുള്ള സർവീസസുകൾ കുട്ടികള് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് എന്തിൽ വരുന്നത്? കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ അല്ലെ? ഒരു കമ്മ്യൂണിറ്റിനോട് നമുക്ക് ചെയ്യാൻ, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് എന്തൊക്കെയാണ്? ക്യാമ്പുകള്, കോമൺ മീൽസ്, ദെൻ സോഷ്യൽ സർവീസസുകൾ. അതൊക്കെ റെഗുലർലി ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ്? ഒരു നല്ലൊരു സിറ്റിസൺ ആയിട്ട് വളരാനും ഒരു സൊസൈറ്റിനോട് എന്താണ് കുട്ടിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം അവിടെ ഉണ്ടാവുകയാണ് അല്ലെ? സൊസൈറ്റിയിൽ ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ബോധം കുട്ടികളില് ഉണർന്നു വരികയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എന്താണ് അവനിൽ ഉറങ്ങി കിടക്കുന്ന ആ ഒരു സോഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവന്റെ ഒരു എന്താണ് സൊസൈറ്റിയിലോട്ട് ഇറങ്ങി ചെന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആ ഒരു സന്നദ്ധത കുട്ടികളിൽ രൂപപ്പെടും. അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? അധ്യാപകരാണ് അല്ലെ? അവരാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെന്നും അതിന്റെ ബാക്കി കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കി അതിലേക്ക് നയിക്കുന്നത് അധ്യാപകരായിരിക്കും. ലാസ്റ്റ് എന്താണ്? സ്റ്റോറീസ് depicting self-sacrifices made by great men for the case of general good may be told to the children so that they are motivated to rise above petty gains and work for the betterment of humanity. Stories depicting self-sacrifices made great men. എന്താ പറയുന്നത്? ആരുടെയൊക്കെ സ്റ്റോറികളാണ് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്? അതായത് മഹാനായ വ്യക്തികളുടെ. യെസ്, അതായത് നമ്മുടെ ബെറ്റർ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, അതായത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് പൊരുതിയ നമ്മളുടെ മഹാന്മാരുണ്ട് അല്ലെ? ആരൊക്കെയാണ് അവര്? ആരൊക്കെയാണ്? അബ്ദുൽ കലാം ആസാദ്, ഗാന്ധിജി, നെഹ്റു,
മദർ തെരേസ, സുഭാഷ് ചന്ദ്രബോസ്, ഫ്രീഡം ഫൈറ്റേഴ്സ്, നെഹ്റു, സരോജിനി നായിഡു, സരോജിനി നായിഡു, ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ. ബാലഗംഗാധര തിലക്, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, ഝാൻസി റാണി, ശ്രീനാരായണ ഗുരു, മഹാന്മാരല്ലേ. സോഷ്യൽ റിഫോമേഴ്സ്. നവോത്ഥാന നായകന്മാരുണ്ട് അല്ലെ. നവോത്ഥാന നായകന്മാരിൽ ഉൾപ്പെടുന്നവരാണ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്. പിന്നെ ആരൊക്കെയാണ്? പത്മനാഭൻ, അയ്യങ്കാളി, പത്മനാഭൻ, അയ്യങ്കാളി. പിന്നെ ആരൊക്കെയാണ്? സഹോദരൻ അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലെ. ഒരുപാട് മഹാന്മാര് നമ്മുടെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളും സാക്രിഫൈസസ് ഒക്കെ ചെയ്തവരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ട് മഹാന്മാർ ചെയ്ത ആത്മത്യാഗങ്ങൾ ചിത്രീകരിക്കുന്ന കഥകൾ ആരോട് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്? കുട്ടികളോട് അല്ലെ. കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ എന്താണ്? അതുവഴി എന്തുണ്ടാകും? അതുവഴി നല്ല നേട്ടങ്ങൾ കൈവരിക്കാനും അതുപോലെ എന്താണ് ആ മോറൽ സ്റ്റോറീസ് അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് വഴി അല്ലെ, അവരെ കുറിച്ചുള്ള കഥകൾ പറയുന്നത് വഴി കുട്ടികളിലെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാനും മാത്രമല്ല എന്താണ് മാനവികതയുടെ ഉന്നമനം പ്രവർത്തിക്കാനാണ് കുട്ടികൾക്ക് ചോദനമാവുകയും അല്ലെ. മാനവികതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കാനും ഇത്തരത്തിലുള്ള മഹാന്മാരുടെ സ്റ്റോറീസ് പറയുന്നു അല്ലെ. അതിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊണ്ട് സമൂഹത്തിനോട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പ്രവണത കുട്ടികളിൽ നമുക്ക് അധ്യാപകർക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ജനനന്മയ്ക്കായിട്ട് പോരാടിയ മഹാന്മാരുടെ കഥകള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുവഴി എന്ത് രൂപപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്? നല്ല നേട്ടങ്ങള് കൈവരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു മാനവികതയെ കൊണ്ടുവരാനായിട്ട്, നല്ല മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കുട്ടികളെ അധ്യാപകർക്ക് പ്രാപ്തരാക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം പോയിന്റ്സ്. റോൾ ഓഫ് ദി ടീച്ചർ എന്ന് പറഞ്ഞേ. ഇതൊക്കെയാണ്. The teacher should arrange informal social functions which students may come closer to each other than have an opportunity to understand interest and aspiration of each other. ഓരോ കുട്ടികളുടെ താല്പര്യങ്ങളും ഇൻട്രസ്റ്റ് ഒക്കെ അനുസരിച്ചിട്ട് എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. പ്രത്യേകിച്ചിട്ട് എന്താണ് ടീം വർക്കുകൾ, ടീം എബിലിറ്റീസ് കൂട്ടാൻ കഴിയുന്ന തരത്തിലുള്ള വർക്കുകൾ, ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് എന്താണ് വേണ്ടത്? അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും അനുസരിച്ചിട്ടുള്ള വർക്കുകൾ മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. അത് മനസ്സിലാക്കി ഓരോ കുട്ടികളുടെയും താല്പര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അധ്യാപിക അവർക്കുള്ള വർക്കുകൾ കൊടുക്കാനായിട്ട്. പിന്നെന്താണ്? അറേഞ്ച് excursion trips to provide more opportunity for informal conversions and close contact. സെക്കൻഡ് പോയിന്റിൽ എന്താണ് പറയുന്നത്? നമ്മള് എക്സ്കർഷൻസും ട്രിപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അത്തരത്തിലുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ് കുട്ടികൾക്ക് അതിലൂടെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എന്താണ് കുറച്ചുകൂടി അടുത്ത ബന്ധം പുലർത്താനായിട്ട്, അടുത്ത സമ്പർക്കം പുലർത്താനായിട്ട് കുട്ടികൾക്ക് സാധിക്കും. അതിൽ ട്രിപ്സുകളൊക്കെ എന്താണ് അവർക്ക് പുറത്തെ ചുറ്റുപാട് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും എന്തൊക്കെയാണ് പുറത്ത് ഒരു കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അല്ലെ അവിടെ പോയി കാണാനും. ട്രിപ്പ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടികൾക്ക് അവിടെ പോയി കാണാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് അല്ലെ. ഇപ്പൊ വൃദ്ധസദനമൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെയും വെക്കാറുണ്ട് ട്രിപ്പുകൾ അല്ലെ. ഓൾഡ് ഏജ് ഹോംസുകൾ കാണുക. അപ്പൊ കുട്ടികൾക്ക് പോയി കാണുമ്പോൾ മനസ്സിലാവും സമൂഹത്തില് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഒരു വിഭാഗം ജനതയുണ്ട്, ഈ വൃദ്ധന്മാരെ ഒഴിവാക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് ഒരു ബോധം വരികയാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ എക്സ്കർഷൻസ് ട്രിപ്സുകളും എന്താണ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതിനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെന്താണ് പറയുന്നത്? ഓർഗനൈസ് ഗ്രൂപ്പ് ഗെയിംസ് അല്ലെ. ഗ്രൂപ്പ് ഗെയിംസുകള് അതുപോലെ തന്നെ അതർ ആക്ടിവിറ്റീസ് ടു ട്രെയിൻ ചിൽഡ്രൻ ടു ടേക്ക് ദ പാർട്ട് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ഗെയിംസ് മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ പ്രത്യേക രീതിയിൽ പരിശീലനങ്ങൾ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക കേട്ടോ. പിന്നെന്താണ്?
Teachers must ensure that safe and healthy social environment gives children may immutable, desirable values of freedom, quality, integrity, honesty, etc. എന്താണ് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം, ഗുണനിലവാരം, സമഗ്രത, സത്യസന്ധത തുടങ്ങിയ അഭികാമ്യമായിട്ടുള്ള മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സുരക്ഷിതത്വവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ആരാണ് ഉൾപ്പെടുത്തി കൊടുക്കേണ്ടത്? അധ്യാപകര് ഉറപ്പാക്കി കൊടുക്കുക. അല്ലെ, അവർക്കൊരു ഹെൽത്തി സോഷ്യൽ എൻവയോൺമെന്റ് ആയിരിക്കണം അധ്യാപകര് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലെ, അവിടെ എന്തൊക്കെ വാല്യൂസ് ഉണ്ടായിരിക്കണം? സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, ഓണസ്റ്റി ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഹെൽത്തി സോഷ്യൽ എൻവയോൺമെന്റ് ആയിരിക്കണം അധ്യാപകർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ലൈക്ക് ക്യാമ്പ്സ്, കോമൺ മീൽസ്, സോഷ്യൽ സർവീസസ് എക്സെട്ര ഷുഡ് ബി റെഗുലർലി അറേഞ്ച്ഡ്. പിന്നെ എന്താണ്? കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്താൻ അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ്? ക്യാമ്പുകള്, കോമൺ മീൽസ്, സോഷ്യൽ സർവീസസ്, അതൊക്കെ റെഗുലർലി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അവസാന ഭാഗം എന്താണ്? സ്റ്റോറീസ് ഡെപ്സിറ്റേറ്റിംഗ് സെൽഫ് സാക്രിഫൈസസ് മെയ്ഡ് ബൈ ഗ്രേറ്റ് മെൻ. അതായത് മഹാന്മാരുടെ ജീവചരിത്രങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ചിട്ടുള്ള കഥകള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെ, അതുവഴി എന്താണ്? നല്ല നേട്ടങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ മാനവികതയുടെ ഉന്നമനത്തിനായി കുട്ടികളെ പ്രവർത്തിക്കാനായിട്ട് അത്തരം സ്റ്റോറീസ് കുട്ടികളിലെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അധ്യാപകരായിരിക്കണം അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു സോഷ്യലൈസേഷൻ. ഈ സോഷ്യലൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഈ സോഷ്യൽ ലൈഫിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിലേക്ക് അധ്യാപകർക്ക് ചെയ്യാനുള്ള ഒരു റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദ റോൾ ഓഫ് ദ ടീച്ചർ മനസ്സിലായോ? Yes, yes, miss. യെസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു അധ്യാപികയായിട്ട് മാറണം, ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് ചാപ്റ്റർ തീർന്നു. ഇതിന്റെ നോട്ട്സ് എന്നിട്ടേക്കാം കേട്ടോ. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് 4 ആയിരിക്കും, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അത് നിങ്ങൾ അടുത്ത ക്ലാസ് വരുമ്പോ നോക്കിയിട്ട് വന്നാൽ മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഫുൾ പേജ് ഒന്ന് വായിച്ചിട്ട് വരാം. ഫുൾ പേജ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ വരും. ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് തിയറീസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഇതിലില്ലാത്ത കുറച്ച് തിയറീസ് ഉണ്ട്. ഇതിൽ കുറച്ച് ഭാഗങ്ങളെ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അത് ഞാനല്ലാതെ ടെക്സ്റ്റിലല്ലാത്തത് എക്സ്ട്രാ പോയിന്റ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. തിയറിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം പഠിച്ചാൽ എന്താണ്, നമ്മൾ ആ ഫുൾ തിയറി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് പഠിക്കണം. ഞങ്ങൾ സൈക്കോളജി പഠിച്ച സമയത്ത് തിയറി കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്. ഇതിന് ചെറിയ ഭാഗം നിങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ, ചെറിയൊരു സ്റ്റേജ്. ഇപ്പൊ 8 സ്റ്റേജ് ഉണ്ടെങ്കിൽ അതിൽ ഒരു സ്റ്റേജിനെ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ 8 സ്റ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യില്ല. 8 സ്റ്റേജ് ഏതൊക്കെയാണ്, ഏത് സമയം, ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് കുട്ടികളുടെ ആ ഒരു കാലഘട്ടം, ആ ഒരു സ്റ്റേജിന്റെ പേരുകളും ആ സമയത്ത് കുട്ടികൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോട്ട് പോയിന്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു നിർബന്ധമാണ് നിങ്ങൾ ആ തിയറി പഠിക്കണമെന്ന്. അല്ലാതെ ഒരു തിയറിയുടെ ഒരു വശം മാത്രം നോക്കിയിട്ട് നിങ്ങൾ ടീച്ചർ ആവാൻ പോകണല്ലേ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു അവസരം കിട്ടിയിരിക്കുമ്പോ അത് ഞാൻ മാക്സിമം അത് പ്രയോജനപ്പെടുത്തി തരണ്ടേ. എനിക്ക് വേണമെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് നിങ്ങൾ പഠിപ്പിച്ചു പോവാം. പക്ഷെ നിങ്ങൾ ആ തിയറി അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിയേണ്ട കുറച്ച് തിയറീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നല്ലേ ഒരു അവസരം കിട്ടുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണ്ടേ. അപ്പൊ പറഞ്ഞു തരുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കൂടുതൽ പഠിക്കാൻ അതെ. ഇവിടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈജ്ഞാനികമായിട്ടുള്ള വികസനത്തെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്,
അപ്പൊ ഒരു കുട്ടിയിൽ എങ്ങനെയാണ് വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത്, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിൽ പ്രധാനമായിട്ടും 3 സ്റ്റേജ് വരുന്നുണ്ട്. സ്റ്റേജ് വെറുതെ ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തേത് എനാക്റ്റീവ് സ്റ്റേജ്. എനാക്റ്റീവ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു കുട്ടിയിലെ പ്രവർത്തന ഘട്ടം എന്ന് പറയും. രണ്ടാമത്തത് ഐക്കോണിക് സ്റ്റേജ്, ബിംബന ഘട്ടം. ഒരു കുട്ടിയിലെ ബിംബന ഘട്ടത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ്, കുട്ടി ഇമാജസ് ഒക്കെ മനസ്സിലാക്കുന്ന കാലം എപ്പോഴാണ്, ഏത് സ്റ്റേജിലാണ്, ഒരു മെന്റൽ പിക്ചർ, ഒരു കോഴി എന്ന് പറഞ്ഞാൽ കോഴിയുടെ പിക്ചർ കുഞ്ഞിന്റെ മനസ്സിൽ വരുന്ന സമയം എപ്പോഴാണ്, അത് ഏത് സ്റ്റേജിലാണ്, ഐക്കോണിക് സ്റ്റേജിലാണ്, ബിംബന ഘട്ടത്തിലാണ്. സിംബോളിക് സ്റ്റേജ്, പ്രതിരൂപാത്മക ഘട്ടം. സ്റ്റേജിൽ കുട്ടികൾ എന്താണ്, കുറച്ചും കൂടി ഓഡിയോ വിഷ്വൽ ഇമാജസിനെ കുറച്ചും കൂടി മനസ്സിലാക്കുന്ന, കൃത്യമായിട്ട് ഒരു സിമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയം. അതിന് ഏജൊക്കെ ഉണ്ട് കേട്ടോ, ഏജൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. അങ്ങനെ നല്ലൊരു ചാപ്റ്റർ ആണത്, തിയറി ബേസ്ഡ് ആണ്. ഇനി കംപ്ലീറ്റ് നമ്മൾക്ക് ശരിക്കും സൈക്കോളജിയിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇതുവരെ നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇനി വരുന്നത് കൂടുതലും സൈക്കോളജി റിലേറ്റഡ് തന്നെയാണ്, ഏറ്റവും ഉള്ളിലേക്കുള്ള ഡെപ്ത് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ സമയം കിട്ടുന്ന അനുസരിച്ച് ആദ്യത്തെ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അതുപോലെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഒരു തിയറിയുടെ ഒരു ഭാഗം കൊടുക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു 4 പാർട്സ് ഉണ്ട്, ആ 4 പാർട്ട് നിങ്ങൾ പഠിക്കണം. ഇത് ഞാൻ ചുരുക്കി പറഞ്ഞു തന്നേക്കാം, അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒന്നില്ലെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നവരല്ലേ, കുട്ടികളെ ഏത് സമയത്ത് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, ഏത് സമയത്താണ് അവരുടെ ആ ഒരു സ്റ്റേജ്, അതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് ശരിക്കും ചൈൽഡ് സൈക്കോളജി തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് കുട്ടികൾക്ക് മെന്റൽ ഡെവലപ്മെന്റ്, മെന്റൽ വികസനം നടക്കുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, അതൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾക്ക് വീട്ടിൽ, നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നും വീട്ടിൽ നിന്ന് എന്തൊക്കെ രീതിയിൽ കുട്ടികളുടെ ആ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വികസിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് വരും. പിന്നെ റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഒരു കുട്ടിയിലെ വൈജ്ഞാനിക വികാസം ഉണ്ടാവണമെങ്കിൽ അധ്യാപകന്റെയും ടീച്ചറിന്റെയും പങ്ക്, പാരന്റ്സിന്റെയും പങ്ക് എന്താണ്, അതൊരു ഭാഗം വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഭാഗമാണെന്ത്, മൈൽസ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ചൈൽഡ്. മൈൽസ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുട്ടിയുടെ വൈജ്ഞാനികമായ വികസനത്തിന്റെ നാഴികക്കല്ലുകളാണ്. അതായത് ഒരു 6 മാസമുള്ള കുട്ടി അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അതൊരു കുട്ടി പറയുന്നത് പോലെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ 6 മാസമുള്ള കുട്ടി എന്താണ്, കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുന്നതായിരിക്കും. അപ്പൊ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് പറയുന്ന പോലെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ അതിനുശേഷം എന്താണ്, അങ്ങനെ 6 മാസത്തിൽ അവൻ എന്തൊക്കെ ചെയ്യുന്നു അതിനെല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നു. പിന്നീട് അവന് 1 ഇയർ ആവും അല്ലെ, 1 വയസ്സാവുന്ന സമയത്ത് കുഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നു, ഐ ക്യാൻ റൺ, ഐ ലവ് ജാം, അതൊക്കെ ഒരു കുട്ടി പറയുന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം എന്താണ്, കുഞ്ഞിന് 3 വയസ്സാവുന്നു. 3 വയസ്സാവുന്ന സമയത്ത് അവൻ എന്തൊക്കെ ചെയ്യുന്നു. പിന്നീട് എന്താണ്, 4 വയസ്സിൽ എന്തൊക്കെ ചെയ്യുന്നു. പിന്നെന്താണ്, പിന്നെ അങ്ങോട്ട് 3 വയസ്സിലാകെ 2 പോയിന്റ് പറയുന്നുള്ളൂ. 4 വയസ്സിലെ കാര്യങ്ങളാണ് ബാക്കി കംപ്ലീറ്റ് പറയുന്നത്. 4 വയസ്സാവുമ്പോൾ എന്താണ്, കുഞ്ഞ് പറയാണ് ഐ ലവ് ടു സ്ക്രൈബ് ആൻഡ് കളറിംഗ് യൂസിങ് ക്രയോൺസ്. അവന് ക്രയോൺസ് ഉപയോഗിച്ചിട്ട് കളർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു കുട്ടി അവതരിപ്പിക്കുന്ന പോലെയാണ് ഇവിടെ ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഉള്ള പറയുന്നത്. അതിനൊരു നല്ലൊരു ചാപ്റ്റർ ആണിത്. കുറച്ച് തിയറി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ഞങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഈ ചാപ്റ്റർ എടുക്കാം. ഇത് നിങ്ങളൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരാം. അപ്പൊ പെട്ടെന്ന് ഇതൊന്നും ഒരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അത് വായിച്ചിട്ട് വരാൻ പറഞ്ഞത്. ഓക്കെ, യെസ്. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാൻ? സംശയങ്ങളൊന്നുമില്ല. ഇതിന്റെ എക്സാം ഒക്കെ എല്ലാവരും പറഞ്ഞു തരും.
എക്സാം നമ്മൾക്ക് ചിലപ്പോ ഒരു പാർട്ടായിട്ടായിരിക്കും ഏത് മന്തിലാ വരിക? ഏത് മന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു ഇൻഫോം തരും കേട്ടോ. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ചല്ലായിട്ടുള്ളൂ. അപ്പൊ തരുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ പിന്നെ നോക്കിയിട്ട് തരാം. ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്പൊ നോട്ട്സ് ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ പിന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം കേട്ടോ. പിന്നെ പെൻഡിങ് ആയിട്ട് വരുന്നത് ഭാഗം വായിച്ചു. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ സംശയം? ഒന്നുമില്ല എന്നാണെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ. Thank you, miss. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ലീവ് ചെയ്തോളൂ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.